പി.ഡി. സവർക്കറിനെ നിങ്ങൾ RSSകാരെല്ലാവരും ചേർന്ന് ഈ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തുന്ന പതിറ്റാണ്ടുകളായി നിങ്ങൾ കള്ളം പറയുന്നില്ലേ? ഒരാളുടെ പേര് പറയാൻ പറ്റുണ്ടോ? ഒരൊറ്റയാളുടെ പേര് RSSകാരനായിട്ടുള്ള ഈ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്ത ഒറ്റയാളുടെ പേര് പറയാനുള്ള തന്റെ ഇടം ജിൻഡോയെ പോലെയുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനുണ്ടോ? ഈ നാട്ടിലെ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും അല്ല ഇതിന് വിഷയം. ഈ നാട്ടിലെ സോക്കോൾഡ് ജിഹാദികൾക്ക് ഈ നാട്ടിനെ രണ്ടാക്കി മുറിച്ച് നന്ദു, ഇപ്പം 15-ാം തീയതി 5 ദിവസങ്ങൾക്കപ്പുറം രാജ്യം 80-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ കേരളത്തിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കില്ല എന്ന് മാത്രമല്ല ആദ്യത്തേത് മാത്രം എന്നുള്ള കോൺഗ്രസിന്റെ ശക്തമായ നിലപാടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യാനന്തരം 80 വർഷം പിന്നിടുമ്പോഴും രാജ്യത്തെ വെട്ടിമുറിച്ചു കൊണ്ടുപോയ മുഹമ്മദ് അലി ജിന്നയെ പോലെയുള്ള ആളുകളുടെ ഭൂതം പ്രാപിച്ച ആളുകൾ ഇന്നും ഈ രാജ്യത്തുണ്ട് എന്നുള്ള വളരെ സങ്കടകരമായ ഒരു വസ്തുതയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണ്ടായിരുന്നു, ഇവന്റെ ഒരു ചിലപ്പ്. കാരണം ഈ രാജ്യത്ത് ഭാരതം എന്ന് പറയുന്ന ഇന്ത്യ എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ ഈ രാജ്യത്ത് നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ ഗീതം പോലും പാടാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തെ ഒരു പൗരനും ഇല്ല എന്ന് പറയാൻ ആരാണ് കോൺഗ്രസ്? അങ്ങനെ പറഞ്ഞില്ല. അത് പറയാൻ അവരാണോ തീരുമാനിക്കുന്നത്? ഇത്ര വലിയ പാടാൻ പാടുള്ളൂ എന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആണോ? നീ നന്നായ നിന്റെ വീട് നന്നായി, നിന്റെ വീട് നന്നായ നാട് നന്നായി, നാട് നന്നായ ലോകം തന്നെ നന്നായി. 1930 ഇതുമായി ബന്ധപ്പെട്ട് ഈ വന്ദേ മാതരത്തിൽ 2 സ്റ്റാൻസ് മാത്രം ഉൾപ്പെടുത്തിയാൽ മതി എന്നുള്ളൊരു ചർച്ച വരുമ്പോ അവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ് ഈ വിഷയത്തെ എതിർക്കുന്നത് ആദ്യമായി. എടാ മുതുകാളെ, നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്? ഓരോ അദ്ദേഹത്തിന്റെ അനുസ്മരിപ്പിക്കലും നരേന്ദ്രമോദി എങ്ങനെയാണ് വിശേഷിപ്പിക്കാറുള്ളത് ടാഗോറിനെ? അല്ല, ഞാൻ നരേന്ദ്രമോദിനെ ടാഗോറിനെ ഞാൻ മോശമായിട്ട് ഇകഴ്ത്തി കാണിച്ചില്ല. നിങ്ങളുടെ പ്രശ്നം എന്താ അറിയാമോ? നിങ്ങൾ ഒരൊറ്റ കണ്ടന്റിനെ കാണിച്ചിട്ട് ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നറേറ്റീവിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു രവീന്ദ്രനാഥ് ടാഗോറിന്റെ പേര് ഞാനല്ല അങ്ങോട്ട് പറഞ്ഞു. എനിക്ക് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ പറയില്ലായിരുന്നല്ലോ. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ എന്ന് മാത്രം ഒറ്റ പേരിലേക്ക് നിങ്ങൾ നിർത്തണ്ട. അവിടെ ഒരു കൂട്ടം ആളുകൾ, അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്? അവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. അവരുടെ ഒരു വേദിയിലാണ് 1937 ഈ തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് 1937 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വഴങ്ങിക്കൊണ്ട് എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2 സ്റ്റാൻസ് മാത്രം മതി എന്ന് തീരുമാനിക്കുന്നതിന്റെ പിന്നിൽ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പങ്ക് വിസ്മരിക്കാൻ സാധിക്കും. കേട്ടോ അമ്മേ, അമ്മയുടെ മോൻ പറഞ്ഞത് കേട്ടോ? കുട്ടിയായിരുന്നു 2 അടി കൊടുത്ത് ഞാൻ അനുസരിപ്പിച്ചാണ്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാമേ? രാഘവ, അവൻ പറയുന്നതിലും കാര്യല്ലേ, നീ സമാധാനായിട്ട് ഒന്നുകൂടെ ആലോചിച്ച്. ഓ, അമ്മയും കൂടെ അറിഞ്ഞിട്ടാണല്ലേ? 1905 ബംഗാൾ വിഭജന കാലത്ത് ഇല്ലാതിരുന്ന എന്ത് ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ് ആണ് 1930 ഉണ്ടായത്. 1905 കഴിഞ്ഞിട്ടല്ലേ 35? അന്ന് ഇതുപോലെയുള്ള ദേശീയ നേതാക്കൾ ആദരിക്കുന്ന നേതാക്കളെടുത്ത നിലപാട് അല്ലെങ്കിൽ നെഹ്റു ഒറ്റയ്ക്കെടുത്ത നിലപാടാണല്ലോ. ഞാൻ നെഹ്റു ഒറ്റയ്ക്കെടുത്ത നിലപാടാണ്. ഞാൻ ആരോട് അങ്ങോട്ട് ചോദിക്കട്ടെ, അപ്പൊ 1945 എന്തിനാണ് നമ്മുടെ രാജ്യത്തെ 2ആയി വിഭജിച്ചത്? എന്തായിരുന്നു വികാരം? അവരെന്ത് പറഞ്ഞിട്ടാണ് ഈ രാജ്യത്തെ 2ആയി മുറിച്ചത്? അധികാരത്തിന്റെ പേരിലാണെങ്കിൽ പോലും പിന്നീട് മതം പറഞ്ഞല്ലേ ഇതിന് 2ആയി മുറിച്ചത്. അവിടെ ഹിന്ദുക്കൾ താമസിക്കുന്ന സ്ഥലമായി ഹിന്ദുസ്ഥാനവും ഇവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാനവും വേണമെന്ന് പറഞ്ഞല്ലേ വാദിച്ചിട്ടുണ്ടാക്കിയത്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇന്നും ഈ നാട്ടിലും നമ്മൾ വിഭജിക്കപ്പെട്ട ഈ നാട്ടിലും ഒന്നായിരുന്ന നമ്മുടെ ഭാരതത്തെ 2ആക്കി മാറ്റിയിട്ടും ഇന്നും ചില ആളുകൾ അപ്പൊ നീ ഓലപ്പാമ്പ് കണ്ട പേടിക്കില്ല എന്ന് പറഞ്ഞു. ഓലപ്പാമ്പ് കണ്ട ഞാൻ പേടിക്കില്ല, പക്ഷെ ഇവൻ ശരിക്കും പാമ്പാടാ, അവന് കണ്ടില്ലേ? കോൺഗ്രസിന്റെ എല്ലാ സെഷനുകളും വന്ദേ മാതരം ആലപിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ എല്ലാ സെഷനുകളും ആരംഭിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും. നമ്മുടെ രാജ്യത്ത് 14% വരുന്ന മുസ്ലിങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സമൂഹങ്ങളുണ്ട്. അവർക്ക് ഓക്കെ അല്ല, അവർക്ക് വിഗ്രഹാരാധന ഓക്കെ അല്ല, അവർ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന അവരെ പരിഗണിക്കണ്ടേ നിങ്ങളുടെ സർക്കാർ? അവരുടെ എന്തുകൊണ്ടാണ് അവരെ കാണാതെ പോകുന്നത്? നാളെ അവരോട് നിങ്ങൾ നിർബന്ധമായി ഇത് പാടണമെന്ന് പറഞ്ഞാൽ എന്ത് അവർ ചെയ്യണം? ഞാൻ താങ്കളോട് 2 കാര്യങ്ങൾ, താങ്കൾ ഇപ്പൊ പറഞ്ഞതിലെ വസ്തുതാവിരുദ്ധമായ 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ ഗാനം എഴുതുമ്പോൾ RSS എന്ന് പറയുന്ന സംഘടന രൂപീകൃതമല്ല. ഈ ഗാനം ഔദ്യോഗിക ഗാനമാക്കുമ്പോൾ മാത്രമാണ് RSS എന്ന് പറയുന്ന സംഘടന. 1925 RSS രൂപീകൃതമാകുന്നത്. 1870 ഈ ഗാനം ഉണ്ടാവുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് RSSന്റെ ഗാനമാകുന്നത്? ഒന്ന്, നാരിയൽ കാ പാനി. എന്താ നാരിയൽ പാനി?
क्या क्या हमको पीने के लिए नारियल का पानी लाओ. രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറയുകയാണ് ഇവിടെ വന്ദേ മാതരം പൂർണ്ണമായി പാടുന്നത് എന്തോ അക്ഷന്തവ്യമായ തെറ്റാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചു 1905 ഇല്ലാതിരുന്ന എന്ത് കമ്മ്യൂണൽ ഇഷ്യൂ ആണ് ഇന്നുള്ളത്? അത് കഴിഞ്ഞ് ഇന്ത്യ രണ്ടായി വിഭജിച്ചു. ആരാ വിഭജിച്ചത്? BJP ആണോ RSS ആണോ എന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ സമ്മതിക്കാം, ഞങ്ങളാണ് ഇതിനെല്ലാം കാരണക്കാരൻ, ഞങ്ങളേക്കാം. RSSും BJPക്കും ഒരു പങ്കുമില്ലാത്ത ആ വിഭജന കാലത്ത് ആ വിഭജിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞത് മതം പറഞ്ഞും നിങ്ങളുടെ അധികാരം ഉറപ്പിക്കാനും അല്ലേ വിഭജിച്ചത്? ഞാൻ ആര്യയുടെ എന്നല്ല, ഈ പൊളിറ്റിക്കൽ അധികാരം ഉറപ്പിക്കാനും പൊളിറ്റിക്കലി ഇതിനെ രണ്ടാക്കി നിർത്തിക്കൊണ്ടല്ലേ വിഭജിച്ചത്. അന്ന് വിഭജിച്ച് കൊടുത്തതിന് ശേഷവും ഇന്നും ഈ നാട്ടിനകത്ത് വന്ദേ മാതരം, ഞാൻ വേറെ RSSന്റെ ഗണഗീതം പാടണമെന്ന് പറയുന്നില്ല, RSSന്റെ ഏതെങ്കിലും പ്രവർത്തനം നടത്തണമെന്ന് പറയുന്നില്ല, BJPയുടെ ഏതെങ്കിലും ഒരു സോങ് നിങ്ങൾ പാടണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, 2 കൂട്ടം പായസവും വന്നു, വയറും നിറഞ്ഞു. പക്ഷെ വന്ദേ മാതരം ആദ്യമായി നിരോധിച്ചത് ആരാണെന്ന് അറിയാമോ? ആര്യ? ബ്രിട്ടീഷുകാരാണ്. എന്തിനാണ് നിരോധിച്ചതെന്ന് അറിയാമോ? ഈ നാട്ടിൽ ജാതി മത വർഗ വർണ്ണ ഭേദങ്ങൾക്ക് അധിഷ്ഠിതമായി അല്ലെങ്കിൽ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് രാജ്യത്തെ യുവാക്കളെ മുഴുവൻ ഒരുമിച്ച് നിർത്തി രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് ഊറ്റം കൊടുക്കുന്ന ഗീതമാണ് വന്ദേ മാതരം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരാണ് നിരോധിച്ചത്. ആ വന്ദേ മാതര ഗാനത്തെ നിങ്ങൾ ഇന്ന് ഹിന്ദുവിന്റെ ഗാനമാക്കി അല്ലെങ്കിൽ വേറെ സമൂഹത്തിന്റെ ഗാനമാക്കി മാറ്റുന്നത് തന്നെ ഇന്ത്യ മഹാരാജ്യത്തോട് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. ഞാനാണ് ഈ കഥയിലെ ഹീറോ. ഇപ്പൊ കണ്ടതാണ് ഹീറോയിസം, നല്ല ഹീറോയിസം. രാജ്യത്തിൽ മറ്റ് മതസ്ഥരെ കൊണ്ട് നമ്മുടെ ഭാരതം മതേതര രാജ്യമാണ്, മതേതര രാജ്യം. അല്ലാതെ ദുർഗയിലും ശക്തിയിലും മാത്രമല്ല, ഇവിടെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മനുഷ്യരും ജീവിക്കുന്നുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മനുഷ്യരും ജീവിക്കുന്നുണ്ട് ഈ നാട്ടിൽ. അവർക്കും ജീവിക്കണം. നിങ്ങൾ നാളൊരു ഉത്തരവിറക്കുകയാണ്, അല്ല ഇത് നിർബന്ധമായും പാടണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? കഴിഞ്ഞ എക്സ്ട്രാ ഓർഡിനറി കഥ ആര്യ വൈകാരികപ്പെടുമ്പോ ഞാൻ ചോദിക്കട്ടെ, ആര്യ 1905 ഈ നാട്ടിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നറേറ്റീവിലേക്ക് വരണോ? നിങ്ങൾ പറയുന്ന മാത്രം ശരിയാണെന്ന് പറയുമോ? ഈ രാജ്യത്ത് ഞാൻ ചോദിച്ചത് ആര്യക്ക് നിലപാടില്ല. 1905-ലും 1931 മുൻപും 1937 മുൻപും 1947 മുൻപും ഈ രാജ്യത്ത് ഉണ്ടായിരുന്നില്ലേ? ഈ രാജ്യത്ത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അവർ സമാധാനമായി ജീവിക്കുകയാണ്. നിങ്ങൾക്കാണ് പ്രശ്നമുണ്ടാക്കിയത്. നിങ്ങൾക്കാണ് പ്രശ്നമുണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഇനിയിപ്പൊ പറഞ്ഞിട്ടുണ്ടാ എല്ലാം കഴിഞ്ഞില്ലേ? സമാധാനപരമായി എല്ലാവരും വന്ദേ മാതരം പാടുന്നുണ്ട്. വർഷങ്ങളായി പാടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പറയുന്നത് അല്ല, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം രാജ്യത്ത് വന്ദേ മാതരം പാടുന്നുണ്ട്, ഇതുവരെയും പാടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്ന പോലെ പാടാൻ പറ്റില്ല. എല്ലാ ഭാഗവും പാടണമെന്ന് ബുദ്ധിമുട്ടുണ്ട്. രാജ്യത്തെ ഹിന്ദുക്കൾ മാത്രമല്ല, രാജ്യത്ത് എവിടേക്ക് പോകണ്ട, ആയിരങ്ങളിലേക്കും എൺപതുകളിലേക്ക് പോകണ്ട. നന്ദൂർ ഒരു സുഹൃത്തുണ്ടാകില്ലേ, ഒരു മുസ്ലിം സുഹൃത്തെങ്കിലും ഉണ്ടാകില്ല. അവരോട് അവർ ദുർഗയിൽ വിശ്വസിക്കുന്നുണ്ടോ, ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കൂ. ഞാൻ പറയാം, ഈ ചർച്ച കഴിഞ്ഞ് ആര്യയും ഈ പറയുന്ന ജിൻഡോയും അതുപോലെ KS അരുൺകുമാറും എന്റെ കൂടെ വരാൻ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ ഏകദൈവ വിശ്വാസിയൊക്കെ ആണെന്ന് പറയുന്ന എന്റെ ഒരു സുഹൃത്ത് ഇത് മുഴുവൻ ഞാൻ പാടിയില്ല, അത്രയും നന്നായി, അതിനേക്കാൾ നന്നായി ഇത് പാടി നിങ്ങൾക്ക് കേൾപ്പിച്ചു ഈ നാട്ടിലെ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും അല്ല ഇതിന് വിഷയം. ഈ നാട്ടിലെ സോക്കോൾഡ് ജിഹാദികൾക്ക് ഈ നാട്ടിനെ രണ്ടാക്കി മുറിച്ച് ഈ രാജ്യത്ത് നിങ്ങൾ വന്ദേ മാതരം 4 വരി പാടാൻ ശ്രീ ജിൻഡോ എന്നോട് ആദ്യം തുടങ്ങിയ ലൈനിൽ നിന്ന് ഞാൻ തുടങ്ങാം. അതായത് വന്ദേ മാതരം മുഴുവൻ പാടിക്കഴിഞ്ഞാൽ രാജ്യത്തെ ചില കാര്യങ്ങൾ മാറുമോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. ഞാൻ അതേ കാര്യം ജിൻഡോയോട് തിരിച്ചു ചോദിക്കുന്നത്. വന്ദേ മാതരം 2 സ്റ്റാൻസ മാത്രം പാടിക്കഴിഞ്ഞാൽ കേരളത്തിൽ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പുല്ല് വാരി തിന്നുന്ന മണ്ണ് വാരി തിന്നുന്ന സാധാരണപ്പെട്ട LPST റാങ്ക് ഹോൾഡേഴ്സിലെ കുട്ടികൾക്ക് നിങ്ങൾ ജോലി കൊടുക്കുമോ? ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? വന്ദേ മാതരം 2 വരി മാത്രം പാടിയാൽ നീണ്ടകരയിലും വിഴിഞ്ഞത്തും അതുപോലെ മുതലപ്പുഴയിലും സ്വന്തം മക്കളെ കാണാതെ ഭർത്താക്കന്മാരെ കാണാതെ കരഞ്ഞ് കണ്ണു കലങ്ങിയിരിക്കുന്ന സാധാരണപ്പെട്ട അമ്മമാരുടെ അരികിലേക്ക് ആ നഷ്ടപ്പെട്ടു പോയവരെ നിങ്ങൾ എത്തിച്ചുകൊണ്ട് കൊടുക്കുമോ? അതേപോലെ 2 സ്റ്റാൻസ മാത്രം പാടിക്കഴിഞ്ഞാൽ കേരളത്തിനകത്ത് പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി വീടുകളിലേക്ക് തിരിച്ചെത്താൻ കഴിയാതെ നിങ്ങളുടെ മിസ്മാനേജ്മെന്റിന്റെ ഭാഗമായി തെരുവിൽ കിടക്കുന്ന സാധാരണക്കാർക്ക് അവരുടെ കിടപ്പാടങ്ങളിലേക്ക് മടങ്ങിപ്പോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുമോ? ഇനി നമ്മുടെ സമയം ശരിക്കും മോശമാണോ? ഇതിനേക്കാൾ ഇഞ്ചിയ സമയം ഇനി വരാനിരിക്കുന്നുള്ളൂ. എണ്ണമറ്റാത്ത ചോദ്യങ്ങൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്. ആ ചോദ്യങ്ങളൊന്നും ഞാൻ ചോദിക്കാത്തത് ഞാൻ എന്റെ വിഷയത്തിനകത്ത് നിൽക്കുന്നു. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം ചോദിച്ചാൽ ആ വിഷയത്തിനകത്ത് ഫാക്ച്വലായി മറുപടി പറയാനില്ലാതെ വരുമ്പോൾ വായിൽ വരുന്നത് എന്ത് കോതയ്ക്ക് പാട്ട് പാടുന്നത് കോൺഗ്രസിന്റെ തനി ശൈലിയാണ്. ഇനി നിങ്ങൾ VD സവർക്കറെ കോട്ട് ചെയ്തല്ലോ. ഞങ്ങളുടെ പാർട്ടിയും അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട RSS കാരനാണെന്നുള്ള നിലയിലാണല്ലോ താങ്കൾ കോട്ട് ചെയ്തത്. VD സവർക്കർ ഏത് RSS കാരനാണ് ജിൻഡോ?
ഇ ഡി സവർക്കറിനെ നിങ്ങൾ RSSകാരെല്ലാവരും ചേർന്ന് ഈ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തുന്ന പതിറ്റാണ്ടുകളായി നിങ്ങൾ കള്ളം പറയുന്നില്ലേ? ഒരാളുടെ പേര് പറയാൻ പറ്റുണ്ടോ? ഒരൊറ്റയാളുടെ പേര് RSSകാരനായിട്ടുള്ള ഈ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്ത ഒറ്റയാളുടെ പേര് പറയാനുള്ള തന്റെ ഇടം ജിൻഡോയെ പോലെയുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനുണ്ടോ? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. അന്ന് RSSന്റെ ആദ്യ സർസംഘചാലകനായിരുന്ന ഡോക്ടർ ജി ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ അടക്കം നിങ്ങളുടെ ഈ കോൺഗ്രസിന്റെ അന്നത്തെ പതാകയും പിടിച്ചുകൊണ്ട് ആ സമരങ്ങളിൽ വന്നിരുന്ന ആളുകളാണ്. നിങ്ങൾ ഒരു ദിവസം രാവിലെ രാഷ്ട്രീയത്തിന് വേണ്ടി വായിൽ വരുന്നത് എന്ത് കോതയ്ക്ക് പാട്ട് പോലെ പറഞ്ഞു പോകാമെന്ന് കരുതിയാൽ നിങ്ങൾ എന്ത് വിചാരിച്ചു? ഈ നാട്ടിനകത്ത് ഇതൊന്നും തിരുത്താൻ പറ്റുന്ന സംവിധാനങ്ങളില്ല എന്ന് കരുതിയോ? ചാറ്റ് ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കും. പോരെ, അപ്പൊ പിരിയാലോ? അപ്പൊ ശരി, ഇന്നത്തേക്കിന് പിരിയാം.